ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരള PSCയുടെ ഏറ്റവും പുതിയ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ്. ഇപ്പോൾ മുതൽ ഈ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാണ്. 14/8/2024 വരെ നിങ്ങൾക്ക് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക്നിക്കൽ എക്സാമുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ആദ്യത്തേത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നാണ് ഈ തസ്തികയുടെ പേര് വരുന്നത്. നമുക്കറിയാം ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിനെയൊക്കെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 194/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ PSC ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. 35,600 രൂപ മുതൽ 75,400 രൂപ വരെയാണ് ഈ തസ്തികയിലേക്കുള്ള സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഒരു എൻട്രി കേഡർ തന്നെ ഉയർന്ന ഒരു സ്കെയിൽ ഓഫ് പേ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. നിലവിൽ 2 വേക്കൻസിയാണ് ഈ തസ്തികയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഒരു റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അപ്പോൾ ഈ 3 വർഷ കാലാവധിക്കുള്ളിൽ ഇനിയും വേക്കൻസികൾ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറയുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് അതത് ഏജ് റിലാക്സേഷനും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുഡ് ടെക്നോളജിയിൽ 2nd ക്ലാസ്സോട് കൂടിയുള്ള ഡിപ്ലോമയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതല്ല നിങ്ങൾക്ക് ഡിഗ്രി കെമിസ്ട്രിയിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരു നോട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, പ്രിഫറൻസ് വിൽ ബി ഗിവൻ ടു ദ കാൻഡിഡേറ്റ്സ് വിത്ത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ. അതായത് ഫുഡ് ടെക്നോളജി ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് ആണ് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കായിരിക്കും പ്രിഫറൻസ് കൂടുതൽ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വാളിഫിക്കേഷൻ ആണ് ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസിൽ PG ഡിപ്ലോമ. അപ്പോൾ ഈ പറഞ്ഞ 3 ക്വാളിഫിക്കേഷൻ, അതായത് ഫുഡ് ടെക്നോളജി ഡിപ്ലോമ, അല്ലെങ്കിൽ BSc കെമിസ്ട്രി, അല്ലെങ്കിൽ ഫുഡ് അനാലിസിസ് ആൻഡ് ക്വാളിറ്റി അഷുറൻസിൽ PG ഡിപ്ലോമ. അപ്പോൾ ഈ പറയുന്ന 3 ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ തസ്തികയിലേക്ക്, അതായത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് ഇറങ്ങിയ വീഡിയോ നമ്മുടെ ചാനൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ, ഏതൊക്കെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ആണ് മുൻപ് PSC സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ ഫുഡ് ടെക്നോളജിക്ക് ഇക്വലന്റ് ആണ് പോളി ഡിപ്ലോമ ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. അതുപോലെ BSc കെമിസ്ട്രിക്ക് ഇക്വലന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള മറ്റ് ക്വാളിഫിക്കേഷൻസ് ആണ് BSc പോളിമർ കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, അതുപോലെ തന്നെ BTech ഫുഡ് ടെക്നോളജി, MSc കെമിസ്ട്രി, MSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, MSc ഫുഡ് ഡയറ്ററ്റിക്സ് ആൻഡ് ന്യൂട്രീഷൻ, MSc ഫുഡ് ടെക്നോളജി, MSc ഫുഡ് സയൻസ്, MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വലൻസി ഓപ്ഷൻ ചൂസ് ചെയ്തുകൊണ്ട് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ് എന്നാണ് ഈ തസ്തികയുടെ പേര്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 193/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ PSC ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. 38,300 രൂപ മുതൽ 93,400 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. അപ്പോൾ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. അതായത് എൻട്രി കേഡറിൽ നിങ്ങൾക്ക് ഒരു 38,300 രൂപയാണ് നിങ്ങൾക്ക് സാലറി ഇനിഷ്യലി ലഭിക്കുന്നത്. സോ സ്കെയിൽ ഓഫ് പേ കൊണ്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നിലവിൽ 2 വേക്കൻസിയിലോട്ടാണ് ഈ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇനിയും വേക്കൻസികൾ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്കുള്ള പ്രായപരിധി വരുന്നത്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി UGC റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് നിങ്ങൾക്ക് ഡിഗ്രി ഏതും ആയിക്കോട്ടെ, BA, BSc, BCom ഏത് ഡിഗ്രി ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് PGDCA സർട്ടിഫിക്കേഷനോട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ് എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കറിയാം PGDCA എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സാണ്. നമുക്കറിയാം DCA എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് 6 മാസത്തെ. അതല്ല, ഒരു വർഷത്തെ PGDCA കോഴ്സും കൂടെ നിങ്ങൾക്ക് ഡിഗ്രിയുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരം തന്നെയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ടെക്നിക്കൽ സ്കൂള് കോളേജിലേക്കുള്ള ട്രേഡ്സ്മാൻ ടർണിംഗ് ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 196/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ PSC ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 രൂപ മുതൽ 60,700 വരെയാണ് ട്രേഡ്സ്മാൻ ടർണിങ്ങിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്.
നമുക്കറിയാം മുൻപ് ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു ഈ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ PSC ക്ഷണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് PSC ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ടൈമിൽ തന്നെ 17 വേക്കൻസി റിപ്പോർട്ട് ചെയ്തൊരു തസ്തികയാണ് ട്രേഡ്സ്മാൻ ടർണിംഗ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണം. അപ്പം 3 വർഷം കാലയളവുള്ള ഒരു റാങ്ക് ലിസ്റ്റിൽ ഇനിയും ധാരാളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ട്രേഡ്സ്മാൻ ടർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. ഇവിടെയും സെയിം ഏജ് ലിമിറ്റ് തന്നെയാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത്. അതുപോലെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എ പാസ് ഇൻ ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്. നമുക്കറിയാം THSLC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്, SSLC അല്ല THSLC. അത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ടർണർ ട്രേഡിൽ നിങ്ങൾ ആ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ SSLC അതിൻ്റെ കൂടെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ട്രേഡ്, അതായത് ടർണർ ട്രേഡിലുള്ള ITA സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ട്രേഡ്സ്മാൻ ടർണർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ടർണിംഗ് എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടർണറുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി നമുക്ക് ട്രേഡ്സ്മാൻ ടർണറിന്റെ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് PSC തന്നിട്ടുള്ളത് നോക്കാം. ഈ ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ എക്സാം നടത്തിയപ്പോൾ സ്വീകരിച്ചിരുന്ന ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ NTC ടർണറിനെ ഇക്വലന്റ് ആയിട്ട് PSC സ്വീകരിച്ചിരുന്ന മറ്റ് ക്വാളിഫിക്കേഷനിലായിരുന്നു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അതുപോലെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, അതുപോലെ BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യത ഉള്ളവരെയും കഴിഞ്ഞ പ്രാവശ്യം ട്രേഡ്സ്മാൻ ടർണർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനിലോട്ട് പോകാം. അടുത്തത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് അല്ലെങ്കിൽ ഔഷധിയിലേക്കുള്ള ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പം ഇലക്ട്രീഷ്യൻ ട്രേഡുകളിൽ നിങ്ങൾക്ക് IT ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും മികച്ച അവസരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ വീണ്ടും ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് വിളിക്കുകയാണ്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. 197/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ PSC വിളിച്ചിട്ടുള്ളത്. 23,700 മുതൽ 52,600 വരെയാണ് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഏജ് ലിമിറ്റ് സെയിം തന്നെയാണ്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇവിടെ പ്രായപരിധി വരുന്നത്. അതുപോലെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ SSLC അല്ലെങ്കിൽ ITA ഇൻ ഇലക്ട്രീഷ്യൻ തസ്തികയിലാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. നമുക്കറിയാം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് SSLC ഈ പറഞ്ഞ ട്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ PSC ഈ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് മുൻപ് സ്വീകരിച്ചിരിക്കുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യന് ഇക്വലന്റ് ആയിട്ട് PSC മുൻപ് സ്വീകരിച്ചിരുന്നത് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ മുൻപ് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ കൂടി ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിലേക്കുള്ള ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് ലാസ്റ്റ് അഡ്വൈസ് നോക്കിക്കഴിഞ്ഞാൽ 33ഓളം അഡ്വൈസ് പോയ ഒരു തസ്തികയാണ്. അതായത് മെയിൻ ലിസ്റ്റിൽ അന്ന് 28 കാൻഡിഡേറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 28 കാൻഡിഡേറ്റ്സിനും അഡ്വൈസ് പോയിട്ടുള്ളത് എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇലക്ട്രീഷ്യൻ തസ്തികയ്ക്ക് വേണ്ടി ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പറഞ്ഞ പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യേണ്ടതാണ്. ഏറ്റവും നല്ലൊരു സുവർണ്ണ അവസരം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് അടുത്തൊരു നോട്ടിഫിക്കേഷൻ നോക്കാം. അടുത്തത് കയർ ഫെഡ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കുള്ള മെറ്റീരിയൽസ് മാനേജറാണ് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 198/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 21,100 മുതൽ 45,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നിലവിൽ ഒരു വേക്കൻസിയിലോട്ടാണ് PSC ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഏജ് ലിമിറ്റ് നോക്കാം. 18 മുതൽ 40 വയസ്സ് വരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻപ് പറഞ്ഞ തസ്തികയിലേക്ക് 18 മുതൽ 36 വയസ്സ് വരെയായിരുന്നു ഏജ് ലിമിറ്റ് വരുന്നത്. ഇവിടെ 18 മുതൽ 40 വയസ്സ് വരെ പ്രായപരിധി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന മറ്റ് കാറ്റഗറീസിനും ഇതിന്റെ കൂടെ തന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം. BTech മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടെ വേണം. അതായത് ഇൻ ദ സ്റ്റോർ പർച്ചേസ് സെക്ഷൻ ഇൻ ദ കയർ ഓർ റബ്ബർ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസും അതിൻ്റെ കൂടെ BTech മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ആണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് മാനേജർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കേരള PSCയുടെ ഏറ്റവും പുതിയ ടെക്നിക്കൽ നോട്ടിഫിക്കേഷൻസ്. അപ്പോൾ ഈ തസ്തികയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.